ടേൺ. ടേൺ എന്ന വാക്കിന് വളയുക, വളയ്ക്കുക, തിരിക്കുക, തിരിയുക, ഊഴം, അവസരം എന്നൊക്കെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. ടേൺ എന്ന വാക്കിൻ്റെ ഒപ്പം ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നൗൺ ഉപയോഗിക്കാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത് നോക്കാം. ടേൺ പ്ലസ് അഡ്ജക്റ്റീവ്. ടേൺ വൈറ്റ്. വൈറ്റ് എന്നാൽ വെളുത്തത്. അത് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ടേൺ വൈറ്റ് എന്നായപ്പോൾ വെളുത്തതാവുക, വെളുക്കുക എന്നർത്ഥം. ഹിസ് ഹെയർ ടേൺഡ് വൈറ്റ്. അദ്ദേഹത്തിൻ്റെ മുടി വെളുത്തതായി, അദ്ദേഹത്തിൻ്റെ മുടി വെളുത്തു എന്നർത്ഥം. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ടേൺ വയലൻറ്റ്. വയലൻറ്റ് എന്നാൽ അക്രമാസക്തമായത്. ടേൺ വയലൻറ്റ് എന്നാവുമ്പോൾ അക്രമാസക്തമാവുക എന്നായി. ദ സിറ്റുവേഷൻ ടേൺഡ് വയലൻറ്റ്. ആ സിറ്റുവേഷൻ അക്രമാസക്തമായി. നെക്സ്റ്റ് വൺ ടേൺ പെയിൽ. പെയിൽ കളറാവുക, ഒരു വിളറി വെളുക്കുക എന്നൊക്കെ പറയില്ലേ. ദ ലീവ്സ് ഓഫ് മൈ മണി പ്ലാന്റ് ടേൺഡ് പെയിൽ. എൻ്റെ മണി പ്ലാന്റിൻ്റെ ഇലകളെല്ലാം വിളറിയ ഒരു കളറായി എന്നർത്ഥം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ ടേൺഡ് പെയിൽ വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ആ ന്യൂസ് കേട്ടപ്പോൾ അവൾ വിളറി വെളുത്തു. ഇവിടെ പല ആളുകളും വല്ലാതെ ഷോക്ക്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ പേടി വരുമ്പോഴൊക്കെ മുഖത്തിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ പോയി ആകെ വിളറി വെളുത്ത കളറാവും. അതാണ് ഷീ ടേൺ പെയിൽ വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. അവൾ ആ ന്യൂസ് കേട്ടപ്പോൾ വിളറി വെളുത്തു. ടേൺ കൂൾ. തണുത്തതാവുക, തണുക്കുക. ദ വെദർ ഹാസ് ടേൺഡ് കൂൾ. വെദർ കാലാവസ്ഥ, തണുത്തതായി, തണുത്ത കാലാവസ്ഥയായി എന്നർത്ഥം. ടേൺ ഡാർക്ക്. ഇരുട്ടാവുക. ഡോണ്ട് ഗോ ഔട്ട്, ഇറ്റ്സ് ടേണിംഗ് ഡാർക്ക്. പുറത്തേക്ക് പോകല്ലേ, ഇരുട്ടാവുന്നു. ഇനി ടേൺ എന്ന വാക്കിനൊപ്പം ഒരു നൗൺ ഉപയോഗിച്ച് നോക്കാം. ദ വാട്ടർ ഹാസ് ടേൺഡ് ഇൻ ടു ഐസ്. വാട്ടർ ഐസായി മാറി എന്നാണ്. ടേൺ എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഇൻ ടു എന്ന ഒരു പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചു. ഇവിടെ മീനിങ് രൂപാന്തരം പ്രാപിക്കുക അല്ലെങ്കിൽ കൺവേർട്ട് ആവുക എന്നതാണ്. ദ പ്രിൻസ് വാസ് ടേൺഡ് ഇൻ ടു എ ഫ്രോഗ് ബൈ ദ വിച്ച്. രാജകുമാരനെ മന്ത്രവാദിനി ഒരു ഫ്രോഗാക്കി മാറ്റി എന്നാണ്. വിച്ച് എന്നാൽ മന്ത്രവാദിനി. ഇത് പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ദ പ്രിൻസ് വാസ് ടേൺഡ് ഇൻ ടു എ ഫ്രോഗ് ബൈ ദ വിച്ച് എന്ന് പറയുന്നത്. വാസ് ടേൺഡ് ഇൻ ടു എന്ന് ഉപയോഗിച്ചത് അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ്.